വെൽക്കം ടു കിഡോസ് കോർണർ. ആൻഡ് ദക്ഷ. അപ്പം നമ്മൾ ഇന്നലെ സ്കൂൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരിത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ സ്കൂൾ ഷോപ്പിങ്ങിന് പോയിരുന്നു. അപ്പോൾ അതാ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ദച്ചക്കുട്ടീൻ്റെ ബാഗ് ദച്ചക്കുട്ടിക്ക് കൊടുക്കാം. ദച്ചു ബാഗ് കാണിക്കൂ. ഇതാണ് ദച്ചുവിൻ്റെ ബാഗ് വരുന്നത്. ഇത് യൂണിക്കോൺ തീമാണ് കേട്ടോ. ദച്ചുവിൻ്റെ ബാഗ് ഇതാ 1 2 3 4 സിപ്സ് വരുന്നുണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. നമ്മൾ ജിനീൻ്റെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ബാഗാണ് കേട്ടോ. നല്ല രസമാണ്. അതായത് ഒരു ചെറിയൊരു പോക്കറ്റും ഒരു കീ ചെയിൻ പോക്കറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഇതാക്കി കളയാം. അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ. നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ്. സോ നമുക്കിനി ചെറിയ ചെറിയ സ്റ്റേഷനറീസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് കണ്ടാലോ. ആദ്യം തന്നെ കുറച്ച് കളേഴ്സ് ആണ്. ആദ്യം തന്നെ ക്രയോൺസ്. യെസ്, നമ്മൾ ഏത് ബ്രാൻഡ് കാണിച്ചു? യെസ്, നമ്മൾ ഡോംസിൻ്റെ ഒരു 12 വാക്സ് ക്രയോൺസ് ആണ് കേട്ടോ. ഇത് 13 ഷീറ്റ്സ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഡോംസിൻ്റെ വാക്സ് ക്രയോൺസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡോംസിൻ്റെ തന്നെ കളർ പെൻസിൽ 12 ഷെയ്ഡ് വരുന്നതും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വേറെ എന്തൊക്കെയാണ് ദച്ചുക്കുട്ടിയുള്ള ഈ സിബിൾ ബാഗ് സിബിൾ. ഓക്കെ, ദക്ഷ കാണിക്കുന്നത്. പിന്നെ കുറച്ച് നെയിം സ്ലിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ട് നമ്മൾ യൂണിക്കോൺ, ദച്ചുവിന് യൂണിക്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ദച്ചുവിൻ്റെ അടുത്തുള്ള കുറേ ഒട്ടുമിക്കുള്ള സാധനങ്ങൾ യൂണിക്കോൺ തീമിലാണല്ലേ. ദച്ചു ബാഗ് യൂണിക്കോൺ, നെയിം സ്ലിപ്പ് യൂണിക്കോൺ. യെസ് ഗൈസ്, പിന്നെ നമ്മൾ വേറൊരു ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇത് യൂണിക്കോണിൻ്റെ 3 ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ബി ടി എസ് തീമിൻ്റെ അതാണ് നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത്. വേറെന്താ ദച്ചു? യെസ് ഗൈസ്, നമ്മൾ ഒരു ഫോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കട്ടെ, നമ്മളൊരു ഫയൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെയും ഒരു ഇതുണ്ട്. പിന്നെ ബാക്കിലും നമുക്കത് ഇങ്ങനെ സ്പേസ് വരുന്ന ഒരു ഫയലാണ് കേട്ടോ. അതും ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ നമ്മളെടുത്തുണ്ട്. സോ നമ്മൾ ഒന്ന് ദച്ചുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു ഫയൽ. യെസ് ഗൈസ്, പിന്നെ നമ്മൾ ഒരു ബോക്സ് നമ്മൾ പോയിട്ട് വാങ്ങിച്ചത്. അതായത് നമുക്ക് ദച്ചുവിന് മാമൻ കൊണ്ടു കൊടുത്താണല്ലേ. മാമൻ അന്ന് നമുക്ക് മാമൻ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. അതെ, മാമൻ അന്ന് ഒരു ആവശ്യത്തിന് അങ്ങനെ പോയപ്പം അവിടെ ഒരു ബോക്സ് കണ്ടു. അത് ദച്ചുവിന് നന്നായി ഇഷ്ടമാവുമെന്ന് വിചാരിച്ചത് മാമൻ വാങ്ങിച്ചുകൊണ്ടെന്നാണ്. നല്ലൊരു ബോക്സാണ്. ഇതൊരു സെറ്റായിട്ടാണ്. ദച്ചുവിന് തുറന്ന് ഓപ്പൺ ചെയ്താന്ന് ചേച്ചിക്ക്. ഓക്കേടാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദച്ചുക്കുട്ടി വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾക്കിതേ ഇങ്ങനെ കണ്ടോ ഒരു ഇറേസർ വരുന്നുണ്ട്. അത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഇറേസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറയുമ്പം ഇതേ ഒരു പെൻസിൽ, 2 പെൻസിൽ, ഒരു സ്കെയിൽ, പിന്നെ ഇതേ ഒരു ഷാർപ്നറും വരുന്നുണ്ട് കേട്ടോ. അടുത്തെന്താ ദച്ചുക്കുട്ടി? യെസ് ഗൈസ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവർക്കൊക്കെ. എന്ന് വെച്ചാൽ ഇവിടെ ഇറേസറും വരുന്നുണ്ട്, ഷാർപ്പനറും വരുന്നുണ്ട്. സോ എന്താ പറയുക, ഡസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടുമിക്ക എല്ലാ കാലത്തും വാങ്ങിക്കലുണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. സോ ഇത് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്? ഓക്കെ, നമ്മൾ പ്രാവശ്യം നടരാജിൻ്റെ കളർഫുൾ പെൻസിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇറേസർ ഡോംസിൻ്റെ തന്നെയാണ് കേട്ടോ. നടരാജൻ്റെ കളർഫുൾ പെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിന്നെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു പെൻസിൽസാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഡാർക്കാണ്, സ്മൂത്താണ്. സോ ഇത് നമ്മളൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ബാക്കി പെൻസിൽസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെന്താ? യെസ് ഗൈസ്, ഒരു ഫെവിസ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, ദച്ചുവിന് ഒരു ഫെവിസ്റ്റിക് പ്രൊജക്റ്റിനൊക്കെ ആയിട്ട് അന്ന് നമ്മൾ വെച്ചു. പിന്നെ എന്താ ഉള്ളത്? ഫെവിക്കോളില്ലേ? ഉണ്ട്. യെസ്, ഇത് എനിക്കൊരു പൗച്ച് വാങ്ങിക്കാൻ പോയപ്പോൾ ദച്ചുവിന് ചേച്ചി വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. അങ്ങനെ ഞാൻ ഒരു പേപ്പർ സോപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, നമ്മൾ
ഒരു പേപ്പർ സോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പം. സോ അത് ഒരു ബോക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പേപ്പർ സോപ്പ്. പിന്നെ എന്താ ഉള്ളത് വെച്ചു? യെസ് ഗൈസ്, ഇതും നമ്മൾ ഡോംസിൻ്റെ തന്നെയാണ്. ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇത്രയും സ്റ്റേഷനറീസാണ് തെച്ചും നമ്മൾ വാങ്ങിച്ച് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ബാക്കിയുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ റാപ്പിംഗ് പേപ്പേഴ്സ്, ബുക്സ്, അതൊക്കെ നമ്മളങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ടു സ്കൂൾ എൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും വേഗം തന്നെ. സോ ദച്ചു പിന്നെ ദച്ചുവിൻ്റെ ലഞ്ച് കിറ്റ് കാണിച്ചു കൊടുത്തില്ല നമ്മൾ. ഓ ഹിയർ യു ഗോ ദം ക്യാച്ച് ചെയ്യണം ദച്ചു, കം ഓൺ. യെസ് ഗൈസ്, ഇതാണ് ദച്ചുവിൻ്റെ ലഞ്ച് കിറ്റ് വേണം. തുറക്കൂ. അത് അവിടെ അല്ല, തുറക്കൂ. ആ വലിയ ജിപ്പ് തുറക്കൂ ദച്ചു. യെസ് ഗൈസ്, അത് നമുക്ക് നോക്കാം. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, തുറക്കാൻ പറ്റുന്നില്ലേ? തുറക്കും, ബാക്കി തുറക്കും. ഓക്കെ, എനിക്ക് ഒറ്റ കഴിച്ച് പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ദച്ചുക്ക് ലഞ്ച് കിറ്റ് ഒന്ന് പിടിച്ചാൽ ദച്ചു നമ്മൾ ലഞ്ച് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ലഞ്ച് ടവലൊക്കെ വെക്കത്തില്ല, അതിനും ഒരു ചെറിയ പോക്കറ്റ് ഇവർ നമുക്കിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ലഞ്ച് കിറ്റ്. എനിക്ക് ഇതിൻ്റെ ബ്ലാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതും ഭയങ്കര സെയിം സാധനം തന്നെ കേട്ടോ. നല്ല എന്താ പറയുക, സ്പേഷ്യസ് ആണ് എല്ലാം. പിന്നെ നമ്മൾ ദച്ചുവിൻ്റെ ലഞ്ച് ബോക്സ് എവിടെ ദച്ചു? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ലഞ്ച് കിറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ലഞ്ച് ബോക്സും വാങ്ങിക്കണ്ടല്ലേ. അപ്പോൾ അതേ നമ്മൾ ലഞ്ച് ബോക്സും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ഒരു ചെറിയ ലൈക്ക് ടിഫിൻ സ്നാക്ക് ബോക്സ്, അത് നമ്മൾ ഇവർക്ക് സ്നാക്ക് തിന്നൊരു ടൈം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സമയം തിന്നാൻ ഒരു ചെറിയ സ്നാക്ക് ബോക്സ് വാങ്ങിച്ചു, അതും വാങ്ങിച്ചിട്ട് ലഞ്ച് കിറ്റ് തുറക്കൂ തെച്ചു. അല്ല, ലഞ്ച് കിറ്റല്ല, ലഞ്ച് ബോക്സ് തുറക്കും. മൈ മിസ്റ്റേക്ക്, സോറി. തുറക്കൂതാ, ഭയങ്കര മാജിക്കൽ അങ്ങനെ. ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ നേച്ചിക്ക്. യെസ് ഗൈസ്, അപ്പം ഇതായിരുന്നു നമ്മുടെ ലഞ്ച് കിറ്റിലൊരു കറി ബോക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ദച്ചുവിൻ്റെ സ്റ്റേഷനറി ഷോപ്പിംഗ്, സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ. സോ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, ബൈ.